ഓണക്കാലത്ത് ഒരു പിടി മികച്ച ചിത്രങ്ങൾ OTTയിൽ റിലീസ് ചെയ്യുകയാണ്. വിവിധ OTT പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമായ ഏറ്റവും പുതിയ ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ബേസിൽ ജോസഫിനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രമാണ് നുണക്കുഴി. ഓഗസ്റ്റ് 15-നായിരുന്നു ചിത്രത്തിന്റെ റിലീസ്. മികച്ച പ്രേക്ഷക പ്രതികരണം നേടാനും ചിത്രത്തിന് സാധിച്ചു. C5ലൂടെയാണ് നുണക്കുഴി OTTയിൽ എത്തുന്നത്. സെപ്റ്റംബർ 13-ന് ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചു. ആസിഫ് അലി, അതേപോലെ നമ്മുടെ പ്രിയപ്പെട്ട സുരാജ് വെഞ്ഞാറമൂട് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ നഹാസ് നാസർ സംവിധാനം ചെയ്ത ചിത്രമാണ് അഡിയോസ് അമീഗോ. ഓഗസ്റ്റ് 9-ന് തിയേറ്ററിലെത്തിയ ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെയാണ് സ്ട്രീമിംഗ് ആരംഭിച്ചത്. ആസിഫ് അലി, ബിജു മേനോൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ക്രൈം ത്രില്ലർ ചിത്രമാണ് തലവൻ. അനുരാഗ് കരിക്കിൻവെള്ളം, വെള്ളിമൂങ്ങ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ബിജു മേനോൻ ആസിഫ് കോംബോയിലെത്തിയ ചിത്രമാണ് തലവൻ. സോണി ലീവിലൂടെയാണ് തലവൻ OTTയിൽ എത്തുന്നത്. ഇന്ദ്രജിത്ത്, വിൻസി, ശ്രുതി രാമചന്ദ്രൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് അരുൺ ബോസ് സംവിധാനം ചെയ്ത ചിത്രമാണ് മാരിവില്യൻ ഗോപുരങ്ങൾ. സിനിമയുടെ OTT റിലീസുമായി ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പൊന്നും വന്നിട്ടില്ല. സോണി ലീവിൽ സിനിമ ഈ മാസം എത്തുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ദിലീപിനെ നായകനാക്കി വിനീത് കുമാർ സംവിധാനം ചെയ്ത പവി കെയർ ടേക്കർ മനോരമ മാക്സിൽ സെപ്റ്റംബർ 6 മുതൽ സ്ട്രീം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്.